നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തുളസി, നീ ഇനി പൊക്കോ. ഞാനുണ്ടല്ലോ ഇവിടെ. ആവശ്യം വരുമ്പോ വിളിക്കാം. അല്ല, അഞ്ജലി എവിടെ? വലിയേച്ചി വരാന്തയിലുണ്ട്. വലിയ സങ്കടത്തിലാ. നീ എന്താ മോളെ ഇങ്ങനെ? പറ്റുന്നില്ല സീതമ്മ. അവന്റെ കിടപ്പ് കണ്ടിട്ട് സഹിക്കുന്നില്ല എനിക്ക്. ഇതങ്ങനെ അപകടം പിടിച്ച രോഗമൊന്നും അല്ല മോളെ. കുറച്ച് വേദനയും വിഷമവും ഒക്കെ ആയി 6-7 ദിവസം വലിയ പ്രയാസമായിരിക്കും. അത് കഴിയുമ്പോ താനെ അങ്ങ് മാറും. ദേഹം തളർന്നു മരിച്ചു പോവൊന്നുമില്ല. പണ്ടൊക്കെ പറയുമായിരുന്നത് ഇത് അമ്മ വിളയാട്ടാന്നോ. അമ്മ വിളയാട്ടോ? അതെ, അമ്മ വിളയാട്ട്. ദേവി മാരിവിത്ത് വിതറുമെന്നോ ഭക്തരിൽ അതിങ്ങനെ കുരുവായി പൊന്തി വരുമെന്നൊക്കെയാണ് പറച്ചിൽ. ഇന്നിപ്പോ അങ്ങനെയൊന്നും വിശ്വസിക്കുന്നവരില്ല. എങ്കിലും അമ്പലത്തിൽ ചെന്ന് ഒരു നേർച്ചയോ വല്ലോ കഴിക്കുന്നത് നല്ലതാ. അതൊക്കെ ചെയ്യാൻ സീതമ്മ. പക്ഷെ അവന്റെ ഈ കിടപ്പ് കണ്ടിട്ടാ എനിക്ക് കയ്യും കാലും നീങ്ങാത്തത്. സത്യം പറഞ്ഞ തൃപ്പങ്ങോട്ട് സുഭദ്രാമ്മ അവനെ പ്രസവിച്ചു എന്നേ ഉള്ളൂ. കമിഴ്ന്ന് കളിക്കും മുമ്പ് ഞങ്ങളുടെ കയ്യിൽ അവനെ ഏൽപ്പിച്ചിട്ട് അമ്മ പോയി. അന്ന് തൊട്ട് ഇന്ന് വരെ അവന്റെ അമ്മയും അച്ഛനും ഒക്കെ ഞാനാ. എന്റെ കുഞ്ഞിന്റെ ഈ അവസ്ഥ കാണുമ്പോ ഒക്കെ നല്ലതിനാണെന്ന് വിചാരിച്ചാ മതി. ചിക്കൻ ബോക്സ് വരുന്ന കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഒരു രോഗവും വരില്ലെന്ന് പറയാറുണ്ട്. മാരിവിത്ത് എറിയുന്ന അമ്മയുടെ കരുതലാണത്. കൂട്ടത്തിൽ അമ്പലത്തിലൊന്ന് പോ മോളെ. നീ അവൻ അമ്മയാണെങ്കിൽ ദേവി എല്ലാവർക്കും അമ്മയാണ്. ആ കരുതലും കാരുണ്യവും ദേവി നമ്മോടും കാണിക്കും. വിശ്വസിക്കാം. പോവാം സീതമ്മ. അമ്പലത്തിലും പോവാം, ഡോക്ടറെയും കാണാം. എന്റെ അച്ചൂട്ടന് എത്രയും പെട്ടെന്ന് സുഖമായാൽ മതിയായിരുന്നു. ദൈവങ്ങളെ, പ്രസവിക്കാതെ അമ്മയായതാ അഞ്ജലി. അവളുടെ പ്രാർത്ഥനകൾക്ക് ഫലം കാണിച്ചു കൊടുക്കണേ ഈശ്വര. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഞാൻ കുട്ടിയാ. സന്തോഷം. കുട്ടിയാണെന്ന് പറയില്ല. കഷണ്ടി ഉൾപ്പെടെ ഒരു മുതിർന്ന ആളിന്റെ എല്ലാ ലക്ഷണവും ഉണ്ട്. ആ കുട്ടിയല്ല, നാരായണൻ കുട്ടി. നാരായണൻ കുട്ടി. ഓ, അത് ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.